ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഐ എം സോ സോറി. എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ തിരിച്ച് വരുന്നതേ ഉള്ളൂ. എനിവേയ്സ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് May 12th ആൻഡ് ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ ഓൺ May 18th ആക്ച്വലി. അപ്പോൾ ഈ വീഡിയോയിൽ ആക്ച്വലി ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലസ് റണ്ണിങ് എറൻഡ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ചെറിയ ഔട്ടിങ് പോലത്തെ ഒരു വീഡിയോ ആട്ടോ ഇത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് കാനഡ പോസ്റ്റ് ആയിരുന്നു. കാനഡ പോസ്റ്റിൽ എനിക്ക് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ TRVക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ടെമ്പററി റെസിഡൻറ്റ് വീസ. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് TRV വേണമല്ലോ. അപ്പോൾ അത് അപ്രൂവായി. എനിക്കപ്പം എൻ്റെ പാസ്പോർട്ട് അയച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാനഡ പോസ്റ്റിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓബ്വിയസ്ലി വീടിൻ്റെ തൊട്ടടുത്ത് മേസൺവിൽ മോളുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഫുഡ് കഴിക്കുക, ഷോപ്പ് ചെയ്യുക, ഇതാണ് ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഈ മാർഷൽസും ഹോംസൺസും എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. ഇപ്പം ക്ലോത്ത്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. ഇപ്പം വീട്ടിലോട്ടുള്ള കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ലൈക്ക് ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏത് മോളിൽ പോയാലും ബാത്ത് ആൻഡ് ബോഡി വിസിറ്റ് എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. അതുപോലെ ഇപ്പോൾ ബാത്ത് ആൻഡ് ബോഡിയിൽ വന്നേക്കാണ്. പ്ലസ് എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണമായിരുന്നു. എൻ്റെ ബോഡി വാഷും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ആൻഡ് ഇവർക്ക് കുറേ ന്യൂ സെൻസ് വന്നിട്ടുണ്ടല്ലോ, സീസണൽ കുറേ ന്യൂ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ ബാത്ത് ആൻഡ് ബോഡിയിൽ വന്നേക്കാണിപ്പോൾ. ഇപ്പോൾ ഒരു മൊബൈൽ ആക്സസറി ഷോപ്പിൽ കയറിയതാണ്. ടെമ്പർ ഗ്ലാസ് വെക്കണമായിരുന്നു, പ്ലസ് വെറുതെ മൊബൈൽ കേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്നൊക്കെയാണ് കേസ് വാങ്ങിക്കാറ്, നാട്ടിൽ ആരെങ്കിലും പോകുമ്പോഴോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് തന്നെ നോക്കേണ്ടി വരും. അങ്ങനെ ഷോപ്പിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മൂടിക്കെട്ടി കിടക്കുകയാണ് പുറത്ത് ആകാശം. അപ്പോൾ എനിക്ക് ഇമാതിരി ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് മഴ പെയ്യാനും പാടില്ല, എന്നാൽ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണെങ്കിൽ ലൈക്ക് ഭയങ്കര ഇരുണ്ടിട്ട് പണ്ടത്തെ ഈ ക്ലാസ് റൂം മെമ്മറീസിലോട്ടൊക്കെ കൊണ്ടുപോയി ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. ആൻഡ് മഴ ആൻഡ് ഐസ്ക്രീം ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ് കോമ്പിനേഷൻ. എപ്പോൾ മഴ പെയ്താലും എനിക്കൊരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് എനിക്ക്. ഇങ്ങനത്തെ അല്ലറ ചില്ലറ വട്ടുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ ലൈഫ് കുറച്ചും കൂടി കളറാവും. Nestle Crunch. അപ്പോൾ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ LCBയിൽ വന്നേക്കാണ്. അപ്പോൾ ഇന്നൊരു സെലിബ്രേഷൻ മൂഡൊക്കെ ആയതുകൊണ്ട് വൈൻ ഇല്ലാണ്ട് എങ്ങനെയാണ്? അപ്പോൾ എനിക്കിന്ന് വൈൻ വാങ്ങിക്കണമായിരുന്നു. ആൻഡ് വീട്ടിൽ വൈൻ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് എനിക്കൊരു സ്വീറ്റ് കാറ്റഗറി
ലൈക്ക് ഒരു ഫ്ലേവേർഡ് വൈൻ വാങ്ങിക്കണം എന്നുണ്ട്. കാര്യം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഓരോ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഗേൾസ് നൈറ്റ് ഔട്ടിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് വൈൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനൊരു കോക്ടെയിൽ, ഒരു മോക്ടെയിൽ കൈൻഡ് ഓഫ് ടച്ച്, പിന്നെ ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ചിൽഡ് വൈനാണല്ലോ, നല്ല രസമാണ് ഈ സാധനം. ഹായ്. അപ്പോൾ പുറത്തെ കറക്ക പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറി. സമയം 7 മണിയായി. എനിക്ക് തോന്നുന്നു ഉച്ച 1 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാ. ഇന്ന് പുറത്ത് പോയി ഇത്രയും നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ടയർഡായി. ഇപ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കര ടയർഡാണ്. വൈകിട്ട് പുറത്ത് പോയി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ബർത്ത്ഡേ ആയതുകൊണ്ട്. എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഇരിപ്പുണ്ട്, എന്നാലും ഒരു ബർത്ത്ഡേ വൈബിന് വേണ്ടിയിട്ട് പുറത്ത് പോയി കഴിക്കാൻ ഒക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇനിയിപ്പോ പോവില്ലയോ എന്ന്. ഡിപ്പെൻസ് ആണ്. ചിലപ്പോ വീട്ടിൽ ഓർഡർ ചെയ്യുമായിരിക്കും പുറത്തുനിന്ന് തന്നെ കഴിക്കണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കേണ്ടി വരും അങ്ങനെ. അപ്പോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സ്റ്റേറ്റ് ആക്ച്വലി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്ത് അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കൊന്ന് പുറത്ത് പോയി കഴിക്കണം എന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ബീൻ സോ ലോങ്. ഇപ്പൊ മെജോറിറ്റി ടൈമിലും ഞാൻ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം പുറത്ത് പോയി ഒന്ന് കഴിക്കണം എന്നുണ്ട്. പക്ഷെ അതിന് എന്റെ ബോഡി അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പോവും. അപ്പോ എനിക്ക് എന്തോരം വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ ഇന്നും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കങ്ങനെ ഒരു പ്ലാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു തലയില്. അപ്പോ ഒത്തിരി സാധനങ്ങളൊന്നും എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് സമ്മറിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഐറ്റംസ് വാങ്ങിക്കണം എന്നുണ്ട്. ഞാൻ ഷീനിലൊരു കാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷീനിൽ ആ കാട്ട് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ സാധനം എല്ലാം കാട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അത് ഏകദേശം ഒരു 2 മാസമെങ്കിലായി കാണും. ഞാൻ അതിനെപ്പറ്റി ഓർത്തിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്ന പോലുമല്ല. ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, എന്നാൽ പിന്നെ നമുക്ക് രണ്ടും കൽപ്പിച്ച് ചെക്കൗട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഞാൻ ആലോചിക്കും ഇനി ഒരു സാധനം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ കാണും. അർബൻ പ്ലാനറ്റിന്റെ ആപ്പിലും ഞാനൊരു കാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോ അർബൻ പ്ലാനറ്റിൽ നിന്ന് അത്യാവശ്യം സമ്മറിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ട്. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയതുകൊണ്ട് എന്റെ ഡ്രസ്സൊന്നും എനിക്ക് ചേരുന്നില്ല. സോ എന്റെ വാർഡ്രോബിനെ ഒന്ന് പുതുക്കി പണിയണ്ട, ലൈക്ക് സൈസൊക്കെ മാറ്റി പുതുക്കി പണിയാന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി സ്റ്റൈൽ ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. ഒരേ ടൈപ്പ് ആയിരിക്കും ഞാൻ മിക്കപ്പോഴും ഇടുന്നത്. ലൈക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് ലെഗിൻസും, പിന്നെ അതിന്റെ പുറത്ത് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ കൂടുതലും ഞാൻ ഇടുന്നത് മറ്റേ ഓവർ സൈസ് ഷർട്ടും ഒരു കുഞ്ഞു ഷോർട്ട്സോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു ജീൻസോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് എന്റെ സ്ഥിരം. അല്ലാണ്ട് അതിൽ കൂടുതൽ ഞാൻ എന്റെ കംഫർട്ട് സോണിൽ ഇതുവരെ പുറത്ത് പോയിട്ടില്ല. എനിവേസ്, കാര്യം കഴിഞ്ഞ വർഷം ഞാൻ ഇട്ട കുറെ ഡ്രസ്സുകളും എനിക്ക് ഈ വർഷം ഇടാൻ പറ്റുന്നില്ല, എനിക്ക് ചേരുന്നില്ല. കാര്യം ഒരു വർഷം മൊത്തം വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലോ. അപ്പോ വീട്ടിലിരുന്നിരുന്നിരുന്ന് നല്ലപോലെ അത്യാവശ്യം സൈസ് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഷീനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഷീൻ ഹോളോ, ഞാൻ ഓൺലൈൻ പർച്ചേസ് എന്താണേലും ഈ അടുത്തായിട്ട് കുറെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അത്യാവശ്യം ലിസ്റ്റിൽ കുറേയധികം സാധനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അതെല്ലാം വാങ്ങിക്കുമ്പോ എന്തായാലും ഒരു ഹോൾ ചെയ്യാം. അർബൻ പ്ലാനറ്റിൽ കയറി ഒരു ഷോർട്സ് വാങ്ങിച്ചു. പിന്നെ ഒരു സ്വിം സ്യൂട്ട് എന്നാന്ന് തോന്നുന്നതിന് പറയുന്നേ, മറ്റേ ഒരു 1 പീസ് പോലെ ഇടുന്ന ഒരു ബോഡി കോൺ ടൈപ്പ് ഒരു സംഭവം. ഇത് ഞാൻ ഈ ബ്ലാക്ക് ഇടുന്ന പോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഇടുന്ന പോലെ ഒരു സംഭവം. എന്റെ വൈറ്റ് ഇല്ലായിരുന്നു, സോ വൈറ്റ് അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ അർബൻ പ്ലാനറ്റിൽ നിന്ന് തന്നെ ഒരു ഷർട്ട് വാങ്ങിച്ചു. ഇതും ഒരു ഓവർ സൈസ് ഷർട്ട് പോലെയാണ്, ഒരു ഡെനിം ബ്ലൂ. എനിക്ക് ഡെനിം ഭയങ്കര ഇഷ്ടമാട്ടോ. ഡെനിം എന്റെ ജീവനായിട്ടുള്ള ഒരു ടൈപ്പാണ്. എനിക്ക് ഡെനിമിന്റെ ജീൻസ് എന്നല്ല, എനിക്ക് കൂടുതലും ഡെനിമിന്റെ ഷർട്ട്സും ലൈക്ക് ടോപ്പ് വെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെനിമിന്റെ. അല്ല, ഞാൻ അങ്ങനെ സ്റ്റൈൽ ചെയ്യാനോ ഒന്നും അത്ര പൊളിയൊന്നും അല്ല. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഇങ്ങനെ ഈ പിൻട്രസ്റ്റും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സീനിയേഴ്സ് കുറെ പേര് ഇങ്ങനെ സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. എനിക്കറിയാവുന്ന എന്റെ സ്കൂൾ സീനിയേഴ്സ് കുറെ പേര്. അപ്പൊ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടോ, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഉണ്ടല്ലോ സ്റ്റൈലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും ഇൻസ്പയർ ആകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ വാങ്ങിക്കുന്നില്ല. അങ്ങനെയൊക്കെ മാത്രമാണ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു ഐഡിയ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഇതുപോലത്തെ ഓവർ സൈസ് സാധനങ്ങളാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഒരു ചപ്പൽ വാങ്ങിച്ചു, പിങ്ക് കളർ. എനിക്ക് പിങ്കിനോട് വലിയ താല്പര്യമില്ല. ഞാനൊരു ബ്ലാക്ക്
ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ കയ്യിലുള്ള മിക്ക സാധനങ്ങളും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ. ഇതാണ് മൊത്തം മെജോറിറ്റി സാധനങ്ങളും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആണ്. ഇതും അതുപോലത്തെ ഒരു ഷർട്ടാണ്. ഒരു അപ്പച്ചന്മാരുടെ ഷർട്ടിന്റെ ഒരു ലുക്ക് ഉണ്ടോ. എനിവേസ് ഇതും അതുപോലെ തന്നെ ഒരു ഓവർ സൈസ്ഡ് ടൈപ്പ് ഒരു ഷർട്ടാണ്. അപ്പം ബാത്ത് ആൻഡ് ബോഡിയിൽ പോയപ്പോ കുറച്ച് ബോഡി വാഷ് വാങ്ങിച്ചു. ബോഡി വാഷ് തീരാറായിരുന്നു. അപ്പൊ പിന്നെ അത് വാങ്ങിക്കണമായിരുന്നു. എനിക്കൊന്ന് ജൂൺ 1st വീക്കില് അവർക്ക് മറ്റേ ആനുവൽ സെയിലോ അതോ പ്രീ ആനുവൽ സെയിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ വില കുറച്ച് ബാത്ത് ആൻഡ് ബോഡിയുടെ കുറെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പൊ ജൂൺ 1st വീക്കിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ അന്നൊന്ന് പോയി നോക്കണം എന്തെങ്കിലും കിട്ടുമോന്ന്. ഇന്നിപ്പം ചെന്നപ്പോഴത്തേക്ക് അവരുടെ പുതിയ കുറെ സെൻസ് വാങ്ങിച്ചു. സോളാർ ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊള്ളാം. ഇതൊരു കോക്കനട്ട് വാനില ഒരു മിക്സ്ചർ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. വെക്കേഷൻ വൈബ് എന്ന് പറഞ്ഞിട്ട് വിപ്ഡ് പിസ്റ്റാഷിയോ ആൻഡ് ആംബർ, പിങ്ക് പാരഡൈസ്, ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് ഹിബിസ്കസ്, അങ്ങനെ ഒരു ഫ്ലേവർ. ഇതൊരു പഴയ ഐറ്റമാണ്, ബഹാമാസ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കളറൊക്കെ കണ്ടു, എന്നാ പൊളി കളറാന്ന് നോക്കി എന്റെ ദൈവമേ. പാഷൻ ഫ്രൂട്ട് ആൻഡ് ബനാന ഫ്ലവർ. അപ്പോ ഇതെനിക്ക് തോന്നുന്നൊരു 4-5 മാസം അല്ല 5-6 മാസം പോവായിരിക്കും എന്തായാലും. പിന്നെ ഇത് ഞാൻ മാർഷൽസിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മാർഷൽസിൽ പോയപ്പോ ഒരു കമ്മലിന്റെ സെറ്റ് വാങ്ങിച്ചു. പിന്നെ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ വരുന്നുണ്ട്. സോ അതൊരു വമ്പിച്ച ഷോപ്പിംഗ് ആയിരിക്കും. ആ ഒരു വമ്പിച്ച ഷോപ്പിംഗ് ഞാൻ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഹോളും കൂടി എന്തായാലും ഇടാം. ബട്ട് എനിവേസ് ആസ് ഓഫ് നൗ സൈൻ ഔട്ട് ചെയ്യേണ്ട സമയമായി. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. അപ്പൊ അത്രയൊക്കെ ഉള്ളു വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് മടുത്തതുകൊണ്ട് പുറത്തു പോയി കഴിക്കുന്ന പരിപാടി ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ദോശ ഈ സെയിം പ്ലേസ് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ചിക്കൻ ടിക്ക ദോശ ആൻഡ് ലാംബ് കീമ ദോശ. ഇത് മൈ ദോശ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇവരുടെ പാക്കേജിങ് ഭയങ്കര പൊളിയാട്ടോ. സാധാരണ റെസ്റ്റോറൻറ്റിലൊന്നും ഇത്ര നല്ല പാക്കേജിങ് ഞാൻ കണ്ടിട്ടില്ല, ദോശയ്ക്ക് എസ്പെഷ്യലി. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ റോസ് മിൽക്ക് വാങ്ങിച്ചു. റോസ് മിൽക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. എനിക്ക് ഇഷ്ടപ്പെട്ടു റോസ് മിൽക്ക്. അങ്ങനെ ലോങ് അവൈറ്റഡ് കേക്ക് കട്ടിങ് സെഷൻ എത്തി. സോ അതൊരു മ്യൂസിക്കൽ ക്യാൻഡിലാട്ടോ. മറ്റേ ഹാപ്പി ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനത് ലൈറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അത് മ്യൂസിക് പ്ലേ ആവും എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഞാനിരുന്നത്. പക്ഷേ അതിൽ ആക്ച്വലി ഒരു ബട്ടൺ ഉണ്ടായിരുന്നു വിച്ച് ഐ ഡിഡ്ന്റ് നോ. ചെറുതായിട്ട് ഇത് ആക്ച്വലി മെയ് 18 അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വക ഒരു ട്രീറ്റ് ആയിരുന്നു, ബിക്കോസ് ഓഫ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദെയർ ലൈഫ്. സോ അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹക്കാക്ക സൺഡേയിൽ വന്നേക്കാണ്.